അളിയ ചിരിച്ച അടപ്പളവി എന്റെ പൊന്നോ. അളിയ സരക്കെ ഞങ്ങളൊരു സ്കോഡിനെ പോയി എടാ വണ്ടി ഇറക്കത്ത് കൊണ്ടുവന്നിട്ട് ഈ മിക്സി അങ്ങ് എക്സിറ്റ് അടിച്ച് ഈ റെഗുലർ സീറ്റ് അറിയത്തില്ല. 5 കിലോമീറ്റർ അങ്ങ് പോയി. അവന്റെ POV തീർന്നെടുത്ത് കാണാൻ അയ്യോ ശ്വാസം മുട്ടണം എനിക്ക്. എവിടെ പോന്ന് അളിയ ഫ്യൂൽ ക്യാൻ എടുക്കണോ ഈകളെ? തിരിച്ചു വന്നിട്ട് 2 അടി അടിച്ച് കണ്ടോ? തിരിച്ചു വന്നിട്ട് ഒരു അടി അടിച്ചു. ഒന്നുകൂടെ സ്കിപ്പ് അടിച്ചേക്കണ. ഞാൻ വീണടാ. എന്തിനാടാ അവിടെ നിന്ന് കുഞ്ഞ് താളം കളിച്ചത്? തിരിച്ചു പെട്ടെന്ന് വാടാ. പെട്ടെന്ന് സ്മോക്ക് ഇല്ല. ഉണ്ട് വണ്ടിയിലുണ്ടോ നോക്കിയേ? നോക്കി ഒന്നുകൂടെ ലാസ്റ്റത്തോടെ ഇല്ല. അവരെ അടിച്ചാലോ കൊന്നു. പക്ഷെ ഇവര് റിവൈവ് ആളില്ല. എന്തൊക്കെ സീനുകളായിരുന്നു ദൈവമേ. അതിന് പറഞ്ഞത് ഇതെന്തിനാ പറഞ്ഞാ? പറഞ്ഞിട്ടില്ലേ? എങ്ങനെയാണ് നീ രണ്ടുപേരും അടിച്ചിട്ട് ഞാൻ കണ്ണു അടിച്ചിട്ടെന്താ? അവന്റെ സ്ഥിര സാധനമാണത്. എന്തിനാടാ അതൊക്കെ? എല്ലാം ഞാൻ നിനക്കിനി പറക്കി തരാം. വേണമെങ്കിൽ കോടി നടന്ന് വല്ല കൂരക്കകത്തും കയറി പറക്കടാ. ഞാൻ നിനക്ക് ഓരോന്ന് ഞാൻ ഈ വീട് കയറി ഓരോന്നും പറക്കി നിനക്ക് കൊണ്ടുതരാം. നിന്നെ ഞാൻ ഊട്ടാം. നിന്നെ ഞാൻ വളർത്തിയിട്ട് കല്യാണം കഴിച്ചു വിടാം അതിനകത്ത്. പിന്നെ എല്ലാം എന്റെ അടുത്ത് ഞാൻ തരണം. ഞാൻ ഉള്ളത് പറക്കി വരുന്നത് എല്ലാം ഞാൻ തന്നോണ്ടിരിക്കാം നിനക്ക് പറക്കി.
ഈകളെ ഞാൻ പറക്കാന്നല്ലോ, ഞാൻ നാട് നീ പറക്കിക്കൊണ്ട് വരാം ഞാൻ ഇനി. ഈകളെ രണ്ട് ഇതാണ് വെച്ചിരിക്കുന്നത് കേട്ടാ, രണ്ട് ഫയാമോ യൂസ് ചെയ്യുന്ന ഗണ്ണാണ് വെച്ചിരിക്കുന്നത് കേട്ടാ. വിഷയം അടി അടിക്കുവേ, ഒന്നും നോക്കൂല, വിഷയം അടി അടിക്കും. അടി ആരും ഓടി വന്ന് ഈകളെ, നിന്റെ അച്ഛൻ ഓടി വന്ന്. ഓ അത് ഈകളാണോ? ഈകളെ സൈഡിൽ എവിടെ നോടുന്നല്ലേ അളിയാ, എനിക്ക് ഒന്നും ഇല്ല അളിയാ, ഹീലൊന്നും ഇല്ല. എടാ വീട് കയറി പറക്കടാ മൈരേ, ഞാൻ നീ എന്തിനു കാണിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ ഇവിടെ ഞാൻ ഓരോ വീട്ടിൽ ഓടിക്കേറി പറക്ക്. എക്സ് അടിക്കടാ, എക്സ് അടിക്ക്. ഞാൻ ഓരോ വീട് കയറി പറക്കണതാണ് എന്റെ ലൂട്ട്. നീ ഓരോ വീട് കയറി പറക്കുന്നത് നിന്റെ ലൂട്ട്. അല്ലാതെ പബ്ജിക്കകത്ത് എല്ലാ സാധനങ്ങളും നിനക്ക് ഞാൻ പിന്നെ പണ്ട് നിരത്തി തരാം ഇവിടെ. അല്ലെ എനിമി ഒന്നും വരൂലേ അളിയാ? എടാ അളിയ, ഇത് എറാങ്കലാണ്. ഇതിൽ ഇങ്ങനെയാ, ഇതിൽ ലൂട്ട് എടുത്ത് പയ്യെ സോൺ സിങ്ക് ആവുന്നതിനനുസരിച്ച് നമ്മൾ പയ്യെ ആൾക്കാരെ കണ്ടുപിടിച്ച് അടിക്കണം. അല്ലാതെ എല്ലായിടത്തും എനിമി അങ്ങ് ഇരിക്കുവല്ല. എടാ സൂപ്പർ ലൂട്ട് ചെയ്യാത്ത വീടൊക്കെ പോയി ലൂട്ട് ചെയ്യണം, അടിച്ച് തിരിച്ചു ഞാൻ നിന്റെ വീട്. എടാ ജിമ്മറെ, വെൽക്കം ടു ദ സ്ട്രീറ്റ് ജിമ്മറെ. ഇവിടെ എന്തിനാ നടക്കുന്ന, ഇവിടെ എന്തിനു നടക്കുന്ന അലർച്ചയും വിളിയൊക്കെ കേട്ടല്ലേ ഞാൻ കിടന്ന്. മടുത്ത് അവൻ എല്ലാം പറക്കി കൊടുക്കണം. അവൻ ഇപ്പൊ അച്ഛനൊഴിച്ച് എല്ലാം ചോദിച്ചു എന്നോട്, എല്ലാം ചോദിച്ചവൻ. ഈ വീട് എനിക്ക് തന്നിട്ട് ഈകളൊന്ന് ലൂട്ട് ചെയ്ത് അതെങ്ങനെ കറക്റ്റ് ആവും? ഞാനൊന്നും ലൂട്ട് ചെയ്യുന്നില്ല, ഞാൻ താഴെ ഉണ്ട്. എന്റെ എല്ലാ ആവശ്യത്തിനുള്ള എല്ലാം ഉണ്ട്. നീ എന്തേലും വേണേ പറക്കിക്കൊണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ ചാറ്റ് ഉണ്ടാ വാറാനല്ലോ എന്നൊക്കെ. ഞാൻ അപ്പുറത്തെ അവളുടെ ബർത്ത്ഡേ വിഷ് ചെയ്തോണ്ട് ഇത് കേക്ക് മുറിക്കുന്നതിന്റെ ഇപ്പുറത്തെ ഇവിടെ കൊലയടി കിടക്കുന്നു. ഇത്ര നിറച്ച് ലൂട്ട് ഇരുന്നിട്ട് ഒന്നും തരുന്നില്ല കണ്ട. എടാ ഒന്നും തരായിരിക്കും, ഞാൻ വാരി വെച്ചിരിക്കണം. നീ വാരി ഇടറാ അവിടെ. എടാ നിനക്ക് എല്ലാ വീടും ലൂട്ട് ചെയ്തോ? നീ ലൂട്ട് ചെയ്തോ? വേറെ വീട് ലൂട്ട് ചെയ്യും. അവിടെ അത്രയും വീട് കിടക്കല്ലേ. പോയാലോ ഡ്രൈവ് പോവാ. നീ കപ്പിൾസാ ഡ്രൈവ് പോവാ അളിയാ, ഡ്രൈവ് പോവാന്ന്. ഡ്രൈവ് നീ ലൈവ് വൃത്തിയാണോ ലൈവില്? ഉണ്ടല്ലോ. ഓക്കെ സഹിക്കുന്ന എങ്ങനെയാണെന്നാണ് വിചാരിക്കുന്നത്. എടാ ഞാൻ അവക്ക് ഷൂസ് മേടിച്ചു കൊടുത്തായിരുന്നു. അവക്ക് അതായിരുന്നു വേണമെന്നുള്ള ഇത് മൈൻഡിലുണ്ടായതാണ്. ഞാൻ അത് മേടിച്ചു കൊടുത്തു. ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ, വില കൂടിയ സാധനങ്ങളൊന്നും മേടിക്കാൻ പറ്റാത്തോണ്ട് അവളുടെ ഇഷ്ടം അതാണെന്ന് ഞാനൊക്കെ മാറ്റി. ഇതാണ് നിനക്ക് ഇഷ്ടം, ഞാനൊക്കെ പറഞ്ഞു. അതാണ് അവക്ക് ഇഷ്ടം. ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ നല്ലൊരു ബോയ് ഫ്രണ്ടിനെ കണ്ടുപിടിച്ചേരട്ടെ നിനക്ക്? ആരാ? അതെന്താ ഞാനിപ്പോ ഒരു മൂഞ്ചരതാടാ നീ പറഞ്ഞ? ഞാനൊരു മൂഞ്ചരടാടാ നീ പറഞ്ഞ? സരക്കിനെക്കാട്ടി നല്ലൊരാളെ എവിടെ കിട്ടും? അതൊക്കെ അത്രേ ഉള്ളൂ. എങ്ങനെ തപ്പി കണ്ടുപിടിക്കാൻ പറ്റും? എടാ ഇവന്റെ ഇവന്റെ വായ അടച്ചു വെക്കാൻ പറ്റൂ ഒത്തിരി നേരത്തേക്ക്. അവൻ എന്തിനാ നമ്മൾ ഇവിടെ എന്തിനു കിടന്നാലും എന്റെ അലപ്പലപ്പ്. അവളുടെ ബർത്ത്ഡേ ആയിരുന്നു, മനസ്സിലായ? അതിന്റെ ഇടയ്ക്ക് അവൻ നല്ലൊരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നിന്റെ പറ്റിയ ആളെ ചാവടിയന്ത്രത്തിന് പോകുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കണം. നീ ഒരു ഇത്രയും കേട്ടിട്ട് അവളെ ഒന്ന് വിഷ് ചെയ്തോ? പന്നെ പൊണ്ടച്ചി. സത്യം ഒരു ബർത്ത്ഡേ ഒരു വിഷ് ചെയ്തില്ല. ഹാപ്പി ബർത്ത്ഡേ സറ. ഒരു ബന്ധമില്ല. ഹാപ്പി ബർത്ത്ഡേ പിന്നെ ഒരു അരമണിക്കൂർ സറ. ഈ ഒരു വണ്ടി തരാ എടുത്തോട്ട് പോയി നീ എവിടെയും അടി ഉണ്ടാക്കി. ഞങ്ങൾ മൂന്ന് പേരോട് കളിച്ചോളാം. നീ ഒരു കാര്യം, നീ ആ വണ്ടി എടുത്ത് പോക്കോ. ഒരു കമന്റ് ഉണ്ടാ? Two couples on street. സറ വാ ഒറ്റയ്ക്ക് വിട്ട് നീ അതീ പൊക്കോ. ഫ്രണ്ടിൽ ഇതാ ഒരുത്ത പറക്കുന്നത്. എടാ നീ വാ. എടാ ഇവരെന്താ വെകിളിയാടാ അവൻ നമ്മളെ കൊല്ലിക്കടാ. ഫ്രണ്ടിൽ ആളുണ്ട് കേട്ടാ. ഇവിടെ ആളുണ്ടെന്ന് തോന്നുന്നു. ഈ കോമഡി ആളുണ്ട് ഈകളെ. ജസ്റ്റ് കോമഡി ആളുണ്ട് ഈകളെ. ഈ കോമഡി ആളുണ്ട്.
മയിലെനിക്ക് കാതൊന്നും കേൾക്കുന്നില്ല. നീ മിണ്ടല്ലേ കിടന്ന് അലക്കല്ലേ. മറ്റെന്തോ പൊട്ടി വീണ് കേട്ടാ, അതോ വീണോടാ, മറ്റേ വീട് നോക്കായി. ഫ്രണ്ടിലെ റിഡ്ജ് ഉണ്ട് രണ്ടുപേരും, അമ്മ രണ്ട് ചാടി നേടിറിഞ്ഞോണ്ടിരിക്കുക. എവിടെ അവന്മാരെ കാണുന്നു? അമ്മ പറന്നിറങ്ങി, 4 പേരും പറന്നിറങ്ങണം. അവര് റിഡ്ജിലല്ലടാ, അമ്മര് അതിന്റെ ബാക്കിലാണ്. വെളിക്കൂടി ഓടിക്കും, വെളിക്കൂടി ഓടുന്നവനുണ്ട്, അവനാണ് റാസ്കൽ. 2 പേരേ ഉള്ളു, അമ്മ 2. എന്റെ ഒന്നും ഇല്ല ജ്യൂസും പറയുന്നു, പിന്നെ എല്ലാം ഞാൻ അടിച്ചു വെച്ചിരിക്കുന്ന സർവത്തും ഷേക്കും മോട്ടോക്സും എല്ലാം എല്ലാം തരാം. നേരമായി അവന്റെ അടി ചോദിക്കണേ. ഇവനല്ല ഇവനാണല്ലോ, നോക്കട്ടെ, ഇവനാണോ നോക്കട്ടെ. അല്ലല്ല ഇവനല്ലടാ, ഇനി ഒരുത്തുണ്ട്, വെറി എന്നാണ് പേര്, 0477 വെറി. സാറേ ഒരു ഹെൽമെറ്റ് തരാട്ടാ. ഇല്ല ചുമ്മാ അത് വെച്ചോ, എനിക്കൊരു ഇത് തരുമോ? പോലെ എവിടെ പോണു? തിരിച്ചറിപ്പോ ഇവ എവിടുന്നാ അടിക്കുന്നേ? ഇവനെ കാണുന്നില്ല എനിക്ക്. ഇവിടെ നിന്നോ അടിച്ചു. എടാ എന്നെ ഒന്ന് പൊക്കോ, ഞാൻ അപ്പുറം. ഞാൻ കവറില്ല, സ്മോക്ക് ഇട്ടിട്ട് ഓക്കെ. എടാ അപ്പുറത്തുനിന്ന് അടിച്ചടാ കഴിവടാ, ഇങ്ങോട്ടല്ലേ ഇങ്ങോട്ടല്ലേ. ഇനി പോയി എവിടെ അവ എങ്ങനെ അടിച്ചത്? എടാ ഒന്ന് പൊക്ക് ചത്ത് പെട്ടെന്ന് തൊട്ടില്ലേ ചത്തു. തൊട്ടോ പിന്നെ തൊട്ടോ. ഇവന് അടാ എന്തിനാ അടിയാണ്? ഫസ്റ്റ് എയ്ഡ് ഉണ്ടോ? ഫസ്റ്റ് എയ്ഡ് വരും. ഹെൽമെറ്റിന്റെ പേരും പറഞ്ഞെന്തായാലും നമുക്ക് പോണ കേട്ടോ, സോണി പോണം. എന്റെ ഇല്ല ബാൻഡേജ് വേണേ തരാം. അമ്മോതാ ഇവിടെയൊക്കെ വന്ന് നിക്കുന്നു ഇത്ര നേരമായിട്ട് അനങ്ങാതെ കഴിവേറി. ഞാൻ എത്തും തോന്നില്ല. ആ സ്മോക്കിനെ ഇടിച്ച് തെറിപ്പിച്ച എവിടത്തൊക്കെയാണ് അടിക്കുന്നത് ഈ ചെറ്റ. ഇല്ല പോവാൻ പറ്റണ്ടേ, വണ്ടി എടുക്കണമെങ്കിൽ അവിടെ പോണം, അതല്ലേ സീൻ. ഫസ്റ്റ് എയ്ഡും ഇല്ല ഒന്നുമില്ല കേട്ടോ, നമ്മള് ചത്ത് കേട്ടോ, നമ്മള് ചത്ത് ജീവിതം തീർന്നു നമ്മളെ. വാ 2 കൽപ്പിച്ച് വണ്ടി പോവാ. വാ കേറ. ഈള് നക്കുന്ന അതിന്റെ ഇടയിരുത്, നക്കുന്ന ഓരോത്തന്മാരെയൊക്കെ. വാ കേറി. ഈ പോഞ്ഞ വണ്ടിയിലും പോ. കേറി പെട്ടെന്ന് കയറില്ലേ, കേറ് ചാവൂല്ലെങ്കിൽ. ഞാൻ ചത്തു. പൊക്ക സീറ്റ് ചേച്ചി ഓടിക്കോ. പ്രശാന്ത് ബ്രോ താങ്ക് യു സോ മച്ച്. എന്റെ അസൈൻമെന്റ് ചെയ്തെന്ന് ബ്രോ. 190 ഡാമേജ് കണ്ടാ? പ്രശാന്ത് ബ്രോ താങ്ക് യു സോ മച്ച്. എന്താളിയാ എടാ വെബ്സി ഒരു കളി കയറാ. ഞാൻ അപ്പോഴത്തേക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. ഒരു കളി കയറ. എടാ ഞാൻ അപ്പോഴത്തേക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. എന്തൊരു അടിയടെ ഒരുത്തവൻ അടിക്കുന്ന, അടിച്ച് തൊലച്ചക്ക് മര്യാദ അടിക്കുന്നത്. ഇതെല്ലാം ലൈക്ക് അടിക്കാം. 2.6K ആച്ചു കേസ് എല്ലാം ലൈക്ക് അടിക്കാത്ത.
ഞാൻ ഇഷ്ടമല്ല. സ്പോട്ടിൽ ചാടി ഓടിയിട്ട വണ്ടി അത്. സത്യം നിങ്ങൾ ചെയ്യ്. കളിക്കാൻ ഞാൻ നോക്കിയപ്പോഴേ വണ്ടിയിൽ ഞാൻ അവിടെ ഈകളിറങ്ങി ഒറ്റ ഓട്ടോ ഈകള് വണ്ടിയുടെ പറയിൽ ഓടുന്നു. എടാ, വണ്ടി പൊട്ടുന്നതാ വിചാരിച്ചേ. വണ്ടിയുടെ പറയിൽ കൂടി ഓടിയപ്പോ ഒരുത്ത സീറ്റ് ചേഞ്ച് ചെയ്യണമെന്ന് പറയുമ്പത്തേക്ക് ഇങ്ങനെ കറങ്ങുന്നു. സീറ്റ് ചേഞ്ച് ചെയ്ത് എങ്ങനെയാ അറിയാതെ എന്തൊരു സീനത് എന്റെ അളിയാ. അയ്യോ സീറ്റ് ചേഞ്ച് സ്റ്റിയറിംഗ് പിടിച്ചോണ്ട് വണ്ടി വെടി. വണ്ടി മേടിച്ച വണ്ടി മേടിച്ച വണ്ടി പിടിച്ചെന്നാ എന്തിനതൊക്കെ. അയ്യോ എന്തൊക്കെയാണ് ഹാപ്പി ബർത്ത്ഡേ നോട്ട് ബുക്കി താങ്ക്സ്. അയ്യോ അറിയാ